കുറേ നേരം അവിടെ നിൽക്കുകയല്ല. അവിടെ നിന്നിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ അടുത്താണ്. പി എസിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? പി എസിനെ എനിക്ക് ചെറുപ്പം പോലെ അറിയാമായിരുന്നു. എനിക്ക് വയ്യാതെ വരുമ്പോൾ ഇവിടെ വന്ന് ചേച്ചിയെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുപ്പിച്ചിട്ടുണ്ട്. പി എസിനെ ഇഷ്ടമാണ് ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക്? ഇല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നല്ല നല്ല ഓർമ്മകളാണ്. നമ്മുടെ വി എസ് എന്ന് പറഞ്ഞ കൊച്ചുനാൾ തൊട്ടുള്ള ഒരു അറിവാണ്. പുള്ളിയുടെ ജീവിത രീതി, പാവപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നുള്ള ഇതിലൂടെ ഉള്ളൊരു ജീവിത രീതിയാണ് പി എസിൻ്റെത്. അത് ജീവിതം അതാണ്. ഇത് മാത്രം ജനങ്ങൾ എവിടെ നിന്നൊക്കെയും വരുന്നത്. ബി എസിനെ ഇഷ്ടപ്പെടുന്ന നാനാവിധത്തിലുള്ള ജനങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അതല്ല എല്ലാ അർത്ഥത്തിലും വിവിധ തരത്തിലുള്ള. ചേട്ടൻ പാർട്ടി പ്രവർത്തനമാണോ? എന്തോ ഞാൻ പാർട്ടി പ്രവർത്തനമാണ്. ഞാൻ ആലപ്പുഴ ചേർത്തലയിൽ വന്നതാ. ബി എസിനെ കാണാൻ വന്നതാ. ബി എസിനെ എങ്ങനെയാ അറിയാവുന്നത്? ബി എസിനെ കുറിച്ച് എന്താ അറിയാവുന്നത്? നേതാവ് എങ്ങനെയാണ്? നിങ്ങളൊക്കെ എവിടുന്ന് വരുന്നതാണ്? എവിടുന്ന് വരുന്നത്? ഞങ്ങൾ അമ്പലപ്പുഴ. ബി എസിനെ എങ്ങനെയാണ്? ബി എസ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ നേതാവായിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിച്ച, അതുകൊണ്ടാണ് ഈ ജനസാഗരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വന്ന് കണ്ടിട്ടേ പോകും അല്ലേ? അത്രേ ഉള്ളൂ. മോൾക്കും ബി എസിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ? നേതാവിനെ കാണാനാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടോ? ബി എസിനെ അറിയാമോ? കണ്ടിട്ടുണ്ട് അല്ലേ? സന്തോഷം. നിങ്ങൾ എവിടുന്നാ വരുന്നത്? കൊല്ലത്തു നിന്നാണല്ലോ ബി എസ് ഇവിടേക്ക് വന്നത്. എന്നാലും സഖാവിൻ്റെ അവസാനത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞങ്ങളെ പോലുള്ള തലമുറയ്ക്ക്, ഇനി വരാൻ പോകുന്നൊരു തലമുറയ്ക്ക് സഖാവിൻ്റെ ജീവിതം ഒരു ആവേശം നിറഞ്ഞൊരു. അതായത് ബി എസ് അവസാന കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് സ്ഥാപിക്കാൻ ഒരിക്കലും ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും പ്രവർത്തനത്തിലാണ്. ഒരിക്കലും അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നില്ല. എല്ലാവരും എപ്പോഴും സജീവ പ്രവർത്തനത്തിലാണ്, ജനങ്ങൾക്കിടയിലാണ്. പി എസ് അച്യുതാനന്ദൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു മാതൃകയാണ്. അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ സഖാവിനെ അവസാനം നോക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ കണ്ടല്ലോ, പല തലമുറയിൽപ്പെട്ടവരാണ് ഇവിടെ ബി എസിനെ ഓർക്കുന്നത്, ബി എസിനെ കാത്തു നിൽക്കുന്നത്. കൊല്ലത്ത് നിന്ന് വന്നവരാണ് ഇവർ. അന്ത്യയാത്രയുടെ ഒടുവിൽ വരെ കൂടെ നിൽക്കണം എന്ന് കരുതി വന്നവരും കൂടെ ഉണ്ട്. ചേട്ടൻ എവിടുന്നാണ് വരുന്നത്? വാടക്കൽ നിന്നാണ് വരുന്നത്. അതെ അതെ. ശരി. ഇപ്പോൾ എങ്ങനെയാണ് ബി എസിനെ ഓർക്കുന്നത്? ബി എസിനെ ഓർക്കുന്നത് വളരെ ചെറുപ്പം പോലെ എനിക്ക് ഓർമ്മയുള്ള ആളാണ്. ഞാൻ കൈനയിലാണ് ജനിച്ചു വളർന്നത്. ഇപ്പോൾ കൈനയിലെ കർഷകത്തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി പുള്ളി അവിടെ വന്ന് ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച് കർഷകത്തൊഴിലാളിയുടെ ദുഃഖങ്ങൾ മാറ്റിയെടുത്തൊരു മനുഷ്യനാണ്. തൊഴിലാളി വർഗത്തിന് വേണ്ടി മാത്രം ജനിച്ച് ജീവിച്ച് മനുഷ്യനാണെന്നാണ് പറയാം അദ്ദേഹത്തെ. അത്ര വിപ്ലവ പോരാളിയായിരുന്നു വി എസ്. അത് പറയുമ്പോൾ 1000 നാക്കുകളാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പല തലമുറയിൽപ്പെട്ട ആളുകളെ ഇവിടെ കാണാം. കൊച്ചുകുട്ടി വരെ, ഇങ്ങനെ മുതിർന്ന ആളുകൾ വരെ എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാവർക്കും ഓർത്തു വയ്ക്കാൻ ബി എസിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിലുള്ള ഒരു ഉണ്ട് അല്ലേ? പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത്. എവിടെ? പാലക്കാട് എവിടെയാണ്? ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം. ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം. എങ്ങനെയാണ് ബി എസിനെ ഓർക്കുന്നത്? വി എസ് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് ആവേശമാണ്. വി എസിൻ്റെ ആകെ നഷ്ടം, കേരളത്തിനാകെ നഷ്ടം. വി എസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പാലക്കാട്ടുകാർക്ക് അഭിമാനമാണ്. കാരണം പാലക്കാട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയായ വി എസ് ഉണ്ട്, പ്രതിപക്ഷ നേതാവായ വി എസ് ഉണ്ട്. ആ വി എസ് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓരോ ആളുകളിലും ഏതാണ്ട് ഇവിടേക്ക് വൈകാതെ എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനനുസരിച്ച് ആളുകളെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് പോലീസ്. എന്തായാലും നമ്മൾ കണ്ടല്ലോ, അതായത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ പാർട്ടി പ്രവർത്തകരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇവരെല്ലാവരും ഒറ്റ മനസ്സോടെ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് യാത്രയാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ്. വൈകാതെ തന്നെ, അധികം വൈകാതെ വി എസിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.